ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവനാണ് ഇന്നത്തെ താരം ആവോലി. നമുക്കിവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നന്നായി വെട്ടി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നന്നായി വരഞ്ഞു കൊടുക്കുക. രണ്ട് സൈഡിലും നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ നമുക്ക് റെഡിയാക്കാം. അപ്പം ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടിൽ വേണ്ട സാധനങ്ങൾ: അരക്കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 10 കൊച്ചുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ തക്കാളി. ഇതെല്ലാം 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. എടുത്തു വെച്ചേക്കുന്ന പൊടികളിലേക്ക് അരച്ചു വെച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലക്കൂട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് നമുക്ക് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ശരിക്കും ഇത് നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ അകത്തെല്ലാം ഈ മസാല കയറണം. മസാല നമ്മൾ 2 മീനിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വറക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. നമ്മൾ മീൻ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. ഇത് 1/2 കിലോ മേലെ ഉണ്ട് മീൻ, അതുകൊണ്ട് ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. മീൻ മറിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. മീൻ 2 വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ശകലം കൂടി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള നമുക്ക് അതിലേക്ക് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക്. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ മസാല ബാക്കിയിരുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്യാബേജ് തോരനുണ്ട്, പിന്നെ ഇന്നലെ കുടംപുളി ഇട്ട് വെച്ച ചൂരക്കറിയുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ നടുക്ക് വയ്ക്കാം. ഫ്രൈ ചെയ്ത് വെച്ച മസാല ഇതിന് മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആള് കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് അഭിപ്രായം പറയട്ടെ. എങ്ങനെ എന്താ ടേസ്റ്റ് നോക്കിയാലോ? ശരി, ഓക്കെ, തുടങ്ങിക്കോ. അതെ, ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ 2 പേരും കൂടെ അല്ലേ ഇരിക്കുന്നത്. ശരി, ഓക്കെ ഓക്കെ. ചേട്ടൻ എന്തായാലും കഴിച്ചിട്ട്. ആഹാ, എന്താ സൂപ്പർ ആവോലി ഫ്രൈ. ചോര ഉപ്പ് മുളകൊക്കെ പിടിച്ച സെറ്റായ ചോര അതാദ്യം വയ്ക്കട്ടെ. ശരി, ഓക്കെ. വെള്ളം വരുന്നുണ്ടോ? ഉണ്ട്, ശരിക്കും വരുന്നുണ്ട്. ചോറ് ചൂരക്കറി സെറ്റ് ആയിട്ടുണ്ടല്ലേ? ചൂരക്കറി സെറ്റ് ആയിട്ടുണ്ട്. മുളക് ഉപ്പൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടോ? ഇനി ഇന്നത്തെ കോവീസ് പറഞ്ഞല്ലേ? അതെ, കോവീസ്. അതെ, ഞങ്ങളുടെ കോവീസ് എന്ന് പറയും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ക്യാബേജ്. അതെ, എനിക്ക് ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ ആണ് കേട്ടോ, എന്താ പറയണ്ടത്. എന്റെ ഫേവറേറ്റ് ക്യാബേജ്. കോവീസ് അല്ല, ക്യാബേജ്. എനിക്കിപ്പോ കോവീസ് എന്ന് പറയാം. അതന്നെ. അങ്ങനെയുണ്ട്, അടിപൊളി. അതിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചൂരയാണ് ഇഷ്ടപ്പെട്ടു. ചൂരയാണ് ഒന്നുകൂടെ. ചൂരയുള്ള സെറ്റ് ആയിട്ടുള്ളൂ. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചൂര. കഴിക്കില്ലല്ലോ? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഇന്നലെ കഴിച്ചല്ലോ.
അത് ഇന്നലെ അല്ലേ, ഇന്നത്തെ കഴിച്ചില്ലല്ലോ, ഇപ്പോഴല്ലേ സെറ്റായിരിക്കും. ഇന്നത്തെ ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഇന്നലത്തെ ഞാൻ കഴിച്ചു. അത് ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ആദ്യം ഞാൻ അതിൻ്റെ മസാല കൊണ്ട് ഇഷ്ടം കേട്ടോ. വേറെ ലെവൽ. ഞാനില്ലയോ ഫ്രൈ ചെയ്തേ, അതിൻ്റെ അതിന്റെ ഒരു കൈപ്പുണ്യം എന്തായാലും വരാതിരിക്കും. അറിയാനുണ്ട്. അതെ, ചോറായിട്ടൊന്നും ചോറ്. ഓക്കെ, അങ്ങനെയുണ്ട്. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇനി നമുക്ക് മെയിൻ ഐറ്റം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താരത്തെ അത് കഷ്ണം തന്നെ പോട്ടെ. ഓക്കെ ഓക്കെ, ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? എന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ല. സൂപ്പറാന്ന് മനസ്സിലായി. മുഖം കാണുമ്പോഴേ അതൊരു പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അന്യായം. ശരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ ഇന്നത്തെ പൊളിച്ചടുക്കി. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യുന്നില്ല, ഞാനിത് കഴിക്കാം. അതവിടെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഓക്കെ, ടാറ്റ. അന്നേരം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ, അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ. വേറെ എന്തെങ്കിലും ഒന്നുകൂടി ടാറ്റ കൊടുത്തേക്ക്. ഓക്കെ, ടാറ്റ.